കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ശാലിനി ഹോസ്പിറ്റലാകുന്നതും ചന്ദ്രബോസ് ശാലിനിനെ കാണാൻ വരുന്ന സമയത്ത് വിഷ്ണുവായിട്ട് അടിപിടി ഉണ്ടാവുകയും അതുപോലെ അമ്മയെ അറിയുകയും അമ്മ ഓടി ഹോസ്പിറ്റലിലേക്ക് വരികയൊക്കെ ചെയ്യുന്ന സീനുകളാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഒന്നും പറയാറായിട്ടില്ല, ക്രിട്ടിക്കൽ സ്റ്റേജിലാണുള്ളത് എന്നുള്ള കാര്യം പറയുന്നു. ഇപ്പോഴും അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുകയാണെന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ വിഷ്ണുവിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലൂടെ പോവുകയാണ്. പിന്നെ പപ്പിമോളും സ്കൂളിൽ പോയി കൊണ്ടുവരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് തലകറക്കമാണെന്ന് പറഞ്ഞാണ് കൊണ്ടുവരുന്നത്. അതേസമയം രാഘവൻ നായരുടെ അടുത്ത് പിള്ള പോയി നമ്മുടെ ശാലിനിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അപ്പം പപ്പിമോളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സമയത്ത് പപ്പിമോൾ ഓടി വന്ന് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന്. അപ്പോൾ അമ്മയ്ക്ക് തലവേദനയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ പപ്പിമോൾക്ക് മനസ്സിലാവുന്നുണ്ട് തലവേദനയല്ല, വേറെന്തോ കാര്യമായിട്ടുള്ള വയ്യായിക ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അപ്പോൾ വിഷ്ണുവിനോട് ചോദിക്കുന്നു, അച്ഛ അമ്മയ്ക്ക് എന്താണ് പറ്റിയത്, തലവേദന നിങ്ങളൊക്കെ പറഞ്ഞത് കള്ളമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം വിഷ്ണുവിനാണെങ്കിൽ ഒന്നും പറയാനും പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ വിഷ്ണു ശാലിനിയുടെ റൂമിലേക്ക് ചെന്ന് കൈയൊക്കെ എടുത്ത് ഉമ്മയൊക്കെ കൊടുക്കുന്നു. പക്ഷെ അനക്കമൊന്നുമില്ല. അപ്പോൾ ശാലിനി രക്ഷപ്പെടുമോ മരിക്കുമോ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എന്തായാലും മരിക്കില്ല, പക്ഷേ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പം ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ എല്ലാവരും നാളത്തെ എപ്പിസോഡ് കാണുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.